നമസ്കാരം. കർക്കിടകൻ രാശിക്കാരുടെ ഓഗസ്റ്റ് 17, 2025 മുതൽ ഓഗസ്റ്റ് 16, 2026 വരെ ഒരു വർഷത്തെ ഫലം. കർക്കിടകൻ രാശി ചന്ദ്രൻ്റെ രാശിയാണ്. പുണർദം അവസാനത്തെ 15 നാഴിക പൂയം ആയില്യം ചേരുന്ന 2 നക്ഷത്രമാണ് കർക്കിടകൻ രാശിയിലുള്ളത്. പുണർദം നക്ഷത്രം ദേവഗണത്തിൽപ്പെടുന്നു. നക്ഷത്രാധിപൻ വ്യാഴമാണ്. പൂയം നക്ഷത്രം ദേവഗണത്തിൽപ്പെടുന്നു. നക്ഷത്രാധിപൻ ശനിയാണ്. ആയില്യ നക്ഷത്രം അസുരഗണത്തിൽപ്പെടുന്നു. നക്ഷത്രത്തിൻ്റെ അധിപൻ ബുധനാണ്. പുതുവർഷം 1201 ആണ്ട് കർക്കിടകൻ രാശിക്കാർക്ക് കൂടുതൽ ഗുണഫലവും എന്നാൽ കുറച്ച് സമ്മിശ്ര ഫലവും കൂടിയ ഫലമാണ് കിട്ടുക. നിങ്ങളുടെ രാശിയധിപൻ ചന്ദ്രനാണ്. ചന്ദ്രൻ ഒരാളിൽ പോസിറ്റീവ് ആകുമ്പോൾ സന്തോഷവും നല്ല വ്യക്തിത്വം ഉണ്ടാകും. ബുദ്ധി ഉപയോഗിച്ചിട്ട് നല്ല തീരുമാനമെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഭാഗ്യാധിപൻ വ്യാഴമാണ്. വ്യാഴം ഇപ്പോൾ 12-ലാണ്. 12-ലുള്ള വ്യാഴം ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കിട്ടുക. ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ചിലവ് വർദ്ധിക്കും. വിദേശത്ത് നല്ല അവസരങ്ങൾ വന്നു ചേരും. ദീർഘയാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. അതുപോലെ ഒക്ടോബർ 18 മുതൽ വളരെ കുറച്ച് സമയത്തേക്ക് വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. അപ്പോൾ കർക്കിടകൻ രാശി വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. നിങ്ങളുടെ സ്വന്തം രാശി കൂടിയാണ്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ രാജയോഗപ്രദമായ ഗുണങ്ങളാണ് ഈ സമയത്ത് കിട്ടുക. വരുമാനവും ലാഭവും വർദ്ധിക്കും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. ശനിദേവൻ നിങ്ങളുടെ 9-ാം ഭാവത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ശനിദോഷമില്ല. ശനിയുടെ കൂടുതൽ പോസിറ്റീവ് ഫലങ്ങളാണ് കിട്ടുക. തടസ്സങ്ങളെ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് ജീവിത വിജയം നേടാനായിട്ട് സാധിക്കും. മുടങ്ങിയ ധനമൊക്കെ വന്നു ചേരും. തൊഴിൽപരമായിട്ട് മാറ്റങ്ങളുണ്ടാകും. പുതിയ ജോലി കിട്ടാൻ, ജോലിയിൽ പ്രൊമോഷൻ കിട്ടാൻ, ട്രാൻസ്ഫർ കിട്ടാനൊക്കെ അനുകൂലമാണ്. രാഹു നിങ്ങളുടെ 8-ാം ഭാവത്തിലേക്കും കേതു നിങ്ങളുടെ 2-ാം ഭാവത്തിലേക്കുമാണ് രാശി മാറുന്നത്. അതുകൊണ്ട് ഒരു സമ്മിശ്ര ഫലമാണ് കിട്ടുക. ഒപ്പം നിങ്ങളുടെ ലാഭസ്ഥാനത്തുള്ള ഗ്രഹമാണ് ശുക്രൻ. നിങ്ങൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും കിട്ടും. കലാരംഗത്ത് നല്ലതാവും. അതുപോലെ ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകും. മറ്റെല്ലാ ഗ്രഹങ്ങളും കൂടുതലും പോസിറ്റീവ് ഫലമാണ് കിട്ടുക. ഇനി നിങ്ങൾ എല്ലാ ആയില്യ നാളുകളിലും സർപ്പപ്രീതി വരുത്തുന്നത് കൊണ്ട്, അതുപോലെ വ്യാഴാഴ്ചകളിൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത്, വിഷ്ണു സഹസ്രനാമം ചെല്ലുന്നതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യവും ലാഭവും വർദ്ധിക്കും. എല്ലാ കർക്കിടകൻ രാശിക്കാർക്കും പുതുവർഷം എല്ലാവിധ ഐശ്വര്യം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്